നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാർ ടൗണിൽ വൻ തീപിടുത്തം. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായത് രാവിലെ 6 മണിയോടെ. 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായതിലൂടെ കോടികളുടെ നഷ്ടം സംഭവിച്ചതായി കണക്കുകൾ. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നുവെന്നും കുറ്റമറ്റ സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുള്ളതായും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. വിളവെടുപ്പ് പൂർത്തിയായ കുഞ്ചിപ്പെട്ടി, കട്ടമുടിക്കുടി പാടശേഖരത്തിൽ വിപുലമായ വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കം. പദ്ധതി നെൽപ്പാടങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട്. വിഷുവിപണി മുന്നിൽ കണ്ടുകൊണ്ട് കൃഷി ഇറക്കുന്നത് കട്ടമുടിക്കുടി പാടശേഖര സമിതിയും പൊൻകതിർ കൃഷിക്കൂട്ടവും സംയുക്തമായി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകൾ. വണ്ടിപ്പെരിയാർ ടൗണിൽ വൻ തീപിടുത്തം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ് അഗ്നിക്കിരയായത്. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ തീപിടുത്തം രാവിലെ 6 മണിയോടെയാണ് നിയന്ത്രണ വിധേയമായത്. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായതിലൂടെ കോടികളുടെ നഷ്ടം സംഭവിച്ചതായാണ് കണക്കുകൾ. വണ്ടിപ്പെരിയാർ ടൗണിൽ പശുമല ജംഗ്ഷനിലെ KR ബിൽഡിംഗിലാണ് വൻ അഗ്നിബാധയുണ്ടായത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. അഗ്നിബാധ ഉണ്ടായതറിഞ്ഞ് പീരുമേട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേന യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇതിനിടെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. KR ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന അരുൾ എന്റർപ്രൈസസ്, അമീർ സ്പെയർ പാർട്സ്, സെന്റ് ആന്റണീസ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഫാൻസി സ്റ്റോഴ്സ്, ഗ്ലോറി കമ്പ്യൂട്ടർ സെന്റർ, ചോയ്സ് ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസ് എന്നീ സ്ഥാപനങ്ങളാണ് അഗ്നിക്കിരയായത്. മറ്റു സ്ഥലത്തേക്ക് തീ പടരാതിരിക്കാൻ അഗ്നിരക്ഷാസേന നടത്തിയ ശ്രമം വലിയ തീപിടുത്തം ഒഴിവാക്കി. ഷോർട്ട് സർക്യൂട്ടാകാം അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അരുൾ എന്റർപ്രൈസസ് എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് നിഗമനം. ബ്രിട്ടീഷ് ഭരണകാലത്ത് തടിയും കല്ലും കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളായതിനാൽ അഗ്നിബാധയുടെ വ്യാപ്തി വർദ്ധിച്ചു. 6 വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായതോടെ കോടികളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നുവെന്നും കുറ്റമറ്റ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 150 ഓഫീസർമാരുൾപ്പെടെ 1350 പോലീസുകാരെയാണ് വിവിധ പോയിന്റുകളിലായി നിയോഗിക്കുക. വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ 2 കിലോമീറ്റർ ഇടവിട്ട ആംബുലൻസ്, മെഡിക്കൽ ടീമിന്റെ സേവനം, 1 കിലോമീറ്റർ ഇടവിട്ട കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ICU ആംബുലൻസ്, മെഡിക്കൽ ടീം തുടങ്ങിയ സേവനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലഭ്യമാക്കുക. മൊത്തം 14 ആംബുലൻസുകൾ സജ്ജമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കുമളി, വണ്ടിപ്പെരിയാർ, സ്വത്രം, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ അഗ്നിസുരക്ഷാ സേനയുടെ യൂണിറ്റുകൾ വിന്യസിക്കും. 60 പേരുള്ള സംഘത്തെയാണ് ഇവിടെ നിയോഗിക്കുക. 4 മൈൽ മുതൽ ഉപ്പുപാറ വരെ 1 കിലോമീറ്റർ ഇടവിട്ട വനംവകുപ്പിന്റെ ഡ്യൂട്ടി പോയിന്റുകളുണ്ടാകും. പുല്ലുമേട്ടിലേക്കുള്ള വഴി തുറക്കലും അടക്കലും RRT സംഘം നിർവഹിക്കും. ഇവിടങ്ങളിൽ വിളിച്ച വിധാനമൊരുക്കും. കോഴിക്കാനം, പുല്ലുമേട് എന്നിവിടങ്ങളിൽ വനംവകുപ്പ് ഭക്തർക്കായി കഫറ്റീരിയ സേവനം നൽകും. പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ ബാരിക്കേഡ് നിർമ്മാണം പൂർത്തിയാക്കി. കോഴിക്കാനത്ത് 2000 ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്കും മറ്റ് സ്ഥലങ്ങളിൽ ചെറിയ ടാങ്കുകളും ഒരുക്കും. മകരവിളക്ക് ദിവസം BSNL പുല്ലുമേട്ടിൽ മൊബൈൽ സേവനം ഉറപ്പാക്കും. കുമളിയിൽ നിന്ന് 50 KSRTC ബസ്സുകൾ സർവീസ് നടത്തും. 10 ബസ്സുകൾ കരുതലിന് നിർത്തും. മൊത്തം 60 ബസ്സുകളാണ് മകരവിളക്കിന്റെ ഭാഗമായി സജ്ജമാക്കുക. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയം, വാളാടി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത്. KJU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ അത്തരം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ അങ്ങനെ ഈ
സ്വീകരിക്കാൻ കഴിയും, അതിനെ സ്വീകരിക്കാൻ സാധിക്കാനും അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ പ്രാദേശിക തലത്തിലുള്ള ഇത്തരം രംഗങ്ങളുണ്ടാകുന്നത്. അത് ശരിയായിട്ടാണ് ജനങ്ങളെ അസ്ഥിയോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. അത് ചെറുതാകാൻ ഒരുപക്ഷെ വ്യക്തിതലത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റാതെ പോകുന്നതാണ്. പക്ഷെ അതിലേക്കുള്ള നടത്തുന്ന പരിശ്രമങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് ഈ ഓരോരുത്തരും എന്നതുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റിയിലെ പ്രസിഡന്റിനെയും ഭാഗമായിട്ട് ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ സാധ്യമായി തന്നെ ഉപയോഗിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകരെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ചടങ്ങിൽ ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ വിതരണോദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, സജി തടത്തിൽ, ഔസേപ്പച്ചൻ ഇടക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം KJU സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭാരവാഹികളായ KC സ്മിജൻ, MA ഷാജി, EP രാജീവ്, KS മധു തുടങ്ങിയവർ സംസാരിച്ചു. ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിനായി ഇടുക്കിയിലെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് കുമളിയിലെത്തിയ അദ്ദേഹത്തോടൊപ്പം ഭാര്യ അനിക്കോ ലിവായിയും 2 പെൺമക്കളും ഉദ്യോഗസ്ഥ സംഘവുമുണ്ട്. 2 ദിവസം കുമളിയിൽ തങ്ങിയ ശേഷം പ്രധാനമന്ത്രിയും സംഘവും കാൽവരി മൗണ്ട് സന്ദർശിച്ചു. ഏകദേശം 2 മണിക്കൂറോളം ഇവിടെ തങ്ങിയ ശേഷം ഇടുക്കി അണക്കെട്ട്, രാമക്കൽമേട്, തേക്കടി, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ചു. ധീരജ് രാജേന്ദ്രൻ രക്തസാക്ഷി ദിനവും വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും ചെറുതോണിയിൽ നടന്നു. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രന്റെ 3ാം രക്തസാക്ഷിത്വ ദിനമാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രിയും ഉടുമ്പൻചോല MLAയുമായ MM മണി ഉദ്ഘാടനം ചെയ്തു. ധീരജിനെ കൊന്നതുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം, SFI എന്ന് പറയുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം തുറക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ അതെല്ലാ ക്യാമ്പസുകളിലും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഘടനയായി ഞങ്ങളുടെ സംഘടന മാറിയിട്ടുണ്ട്. അതിൽ ആ സംഘടനയ്ക്ക് അഭിമാനമുണ്ട്. അതിന് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ടെന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ നിരവധി ആളുകളെ കശാപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പും ബ്രിട്ടീഷുകാര്, സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസുകാര്, ഇപ്പം നരേന്ദ്രമോദി കൂട്ടരും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണെങ്കിലും യുവജന പ്രസ്ഥാനമാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആണെങ്കിലും പ്രവർത്തിക്കുന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. SFI ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M സജി അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, SFI ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ്, ജില്ലാ പ്രസിഡന്റ് ലിനു ജോസ്, സജീവ് സഹദേവൻ, ജിനീഷ രാജു, PB സബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കർഷകർ നേരിടുന്നതെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പൂപ്പാറയിൽ സംഘടിപ്പിച്ച മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമങ്ങളും എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 മുതൽ 2024 വരെ 5 ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തേക്കാൾ വലിയ രീതിയിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കാർഷിക പ്രതിസന്ധി. 2014 മുതൽ 2024 വരെ 5 ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതെന്നും കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു. പൂപ്പാറയിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കേരളത്തിനേക്കാളും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വലിയ രീതിയിലാണ് ഈ കാർഷിക പ്രതിസന്ധി. 2014 മുതൽ 2024 വരെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലായി ഏകദേശം 5 ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്ത് തൊഴിൽ തേടി പോകുന്നവരും ആത്മഹത്യ ചെയ്തു എന്നാണ് നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാരിന്റെ കണക്കുകൾ. പക്ഷെ 2014 ആണെങ്കിൽ
വളരെ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ബിജെപിയും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് നിലവിലുണ്ടായ കാർഷിക പ്രതിസന്ധിയെ മറികടക്കാം, കർഷകന്റെ വിളകൾക്ക് ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ താങ്ങുവില ഉറപ്പുവരുത്തും, സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും 50% കൂടുതൽ നൽകും. കർഷക തൊഴിലാളികൾക്ക് എല്ലാ വർഷവും തൊഴിലവസര പദ്ധതിയിൽ 200 ദിവസം തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുക്കും, കൂടുതൽ കൂലി നൽകും. ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിലായി തൊടുപുഴയിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാലിക പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി 9 കേന്ദ്രങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂപ്പാറയിലും സെമിനാർ നടന്നത്. CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിഷയ അവതരണം നടത്തി. മുൻപി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, KPCC സെക്രട്ടറി MN ഗോപി, KCM ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ, NR ജയൻ, സുമ സുരേന്ദ്രൻ, ലിജു വർഗീസ്, MA സെബാസ്റ്റ്യൻ, V ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പൊട്ടൻകാട് സർവീസ് ബാങ്കിനെതിരെ ജീവനക്കാരി അപവാദ പ്രചരണം നടത്തുന്നതായി ഭരണസമിതി അംഗങ്ങൾ. ജീവനക്കാരിയുടെ കുപ്രചരണങ്ങൾക്കെതിരെ ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തി. ബാങ്കിന്റെ കൊച്ചുപ്പ് ശാഖയിലെ മാനേജർക്കെതിരെയാണ് ആരോപണം. ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുതൽ അപവാദ പ്രചരണം നടത്തുന്ന നിലപാടാണ് ജീവനക്കാരി സ്വീകരിച്ചു വരുന്നതെന്നാണ് ആരോപണം. നിലവിലെ ഭരണസമിതി അധികാരത്തിൽ കയറിയത് മുതൽ ബാങ്കിനെതിരെ കുപ്രചരണങ്ങളുമായി ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ്. സഹകരണ വകുപ്പിലേക്ക് നിരവധി പരാതികൾ ജീവനക്കാരി അയച്ചിരുന്നു. ഇതേ തുടർന്ന് വകുപ്പ് തലത്തിൽ നിരവധി പരിശോധനകളും നടന്നു. ജോയിന്റ് രജിസ്ട്രാറുടെ പരിശോധനയിൽ ഒരു വിധത്തിലുമുള്ള ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജീവനക്കാരി കൊടുത്ത പരാതികൾ കള്ളമാണെന്ന് ഇതോടെ ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം സ്ഥാപനത്തിലെത്തുന്ന സഹകാരികളുടെ ശത്രുതാ മനോഭാവത്തിലാണ് ജീവനക്കാരി ഇടപെടുന്നതെന്നാണ് പരാതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം ആ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാരാദ്യം തന്നെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ആകുന്നത്ര പരിശ്രമം നടത്തുകയും അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു മികവുറ്റ നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും അശ്രാന്ത പരിശ്രമവും ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒരാശങ്കയുമില്ല. കാരണം അവിടുത്തെ ഭരണസമിതിയോ മറ്റ് ജീവനക്കാരോ ഒരുവിധ ക്രമക്കേടും കാണിക്കില്ല എന്ന ഉത്തമ വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ സമൂഹത്തിൽ വന്നിട്ട് പോലും അത് ഗൗരവതരമായി എടുക്കാതെ ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഭരണസമിതിയെ സംബന്ധിച്ചും ബാങ്കിലെ ജീവനക്കാരെ സംബന്ധിച്ചുമുള്ള ഒരു മികവുറ്റ മെച്ചപ്പെട്ട അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് മുഖവിലയ്ക്ക് പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അവസ്ഥയെല്ലാം എത്ര പ്രചരിപ്പിച്ചാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ആശങ്കയില്ല. മടി കനമുണ്ടെങ്കിൽ വഴി പേടിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസയുടെ പോലും ആക്ഷേപം ചൂണ്ടിക്കാണിക്കാൻ ആര് പരിശോധിച്ചാലും കഴിയില്ല എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും വലിയ ഉത്കണ്ഠയൊന്നും ഇല്ല. പക്ഷേ ഒരു സഹകരണ മേഖലയ്ക്ക് ഭൂഷണമല്ലാത്ത യോജിക്കാത്ത തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ബാധ്യതയാണ്. ഇവർ ഉന്നയിച്ചിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ടും സാമ്പത്തികമായ ഇടപാടുകൾ സംബന്ധിച്ചുമെല്ലാം പരിശോധന വളരെ കൃത്യമായ പരിശോധന തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിശോധനയിലൊന്നും ഒരുവിധ ന്യൂനതകളും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനത്തെ തകർക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ചട്ടുകമായി ജീവനക്കാരി പ്രവർത്തിക്കുന്നതായാണ് ആരോപണം. നിരവധി തവണ ഇവർക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും തെറ്റുകൾ തിരുത്തുന്നതിന് അവസരം നൽകുകയും ചെയ്തതാണ്. എന്നാൽ തെറ്റുതിരുത്താൻ തയ്യാറാകാതെ ആവർത്തിച്ച് ബാങ്കിനെ കളങ്കപ്പെടുത്തി തകർക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നും ഭരണസമിതി വ്യക്തമാക്കി. ബാങ്ക് പ്രസിഡന്റ് VP ചാക്കോ, വൈസ് പ്രസിഡന്റ് ഷാജി ഇരട്ടച്ചുറ, ഭരണസമിതി അംഗങ്ങളായ MS രാജു, OS സജി, VK ഷാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UDF ഇടുക്കി മാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനനിയമ ഭേദഗതിക്കെതിരെ സമരപ്രഖ്യാപനം സംഘടിപ്പിച്ചു. തോപ്രാങ്കുടിയിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം MP അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി.
നിർമ്മാണ നിരോധനവും വന്യമൃഗ ആക്രമണവും പ്രാകൃത വനനിയമങ്ങളും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടികൾ ഒഴിവാക്കേണ്ടതിനു പകരം കടുത്ത വനനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. തോപ്രാംകുടി ടൗണിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതിയിലും സമയബന്ധിതമായി സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്താത്തതാണ് തുടരെ കോടതിയിൽ നിന്ന് പോലും കർഷകർക്കെതിരായ ഉത്തരവുകൾ ഉണ്ടാകാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വീടിന് തീ മുഴുവൻ കൊടുത്തിട്ട് പുറത്തിറങ്ങി നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയാണ്. മറ്റുള്ള ആളുകൾ വീടിന് തീ വെച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഈ തോപ്രാംകുടിയിലും ഇടുക്കിയിൽ മലയോര മേഖലയിൽ എല്ലായിടത്തും ഇന്നിപ്പോ ഇടതുപക്ഷ നേതാക്കന്മാർ മൈക്ക് വെച്ച് കെട്ടി സ്വയം പ്രസംഗിക്കുകയാണ്. നാടിന് തീ പിടിച്ചു, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. എന്നാൽ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. അത് അന്തരീക്ഷത്തിലേക്ക് നോക്കും. എന്നിട്ട് പറയും വനംവകുപ്പ് മന്ത്രിയാണ്, അയാളാണ് എല്ലാത്തിനും ഉത്തരവാദി. ആരാണ് വനംവകുപ്പ് മന്ത്രി? മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അദ്ദേഹം ഗവർണർക്ക് എഴുതി കൊടുത്ത ലിസ്റ്റിലുള്ള വനംവകുപ്പിന്റെ മന്ത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ക്യാബിനറ്റ് തീരുമാനിച്ച ഉത്തരവാണ്, അല്ലെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷനായി പുറത്തു വന്നിട്ടുള്ള ഗവൺമെന്റ് തീരുമാനമാണ്. ആ തീരുമാനത്തെക്കുറിച്ചാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നത്. എന്നിട്ട് ഈ വനംവകുപ്പ് മന്ത്രി മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി എന്നുകൂടി പറയും. വനംവകുപ്പ് നടപ്പാക്കുന്ന നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നാണ് വനംവകുപ്പ് മന്ത്രി പറയുന്നത്. തന്റെ മന്ത്രിസഭയിലെ ഒരു വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ജനദ്രോഹ നിലപാടെടുക്കുന്നത് മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. വിഷയത്തിൽ മലയോര ജനത ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്ന് കോട്ടയം MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഏതാണ്ട് രണ്ടാമത്തെ ടൈം അവസാനിക്കാറായി, 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, രൂക്ഷമായിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ കൂടി ഇവർ ഉണ്ടാക്കുകയാണ്. അതാണല്ലോ ഈ പുതിയ വനനിയമ ഭേദഗതിയിലൂടെ ഇന്നിപ്പോ കേരളമൊട്ടാകെ മലയോര മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം, അതിനുമപ്പുറം കേരളത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും, ജനാധിപത്യ അവകാശങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പ്രതിഷേധിക്കുന്ന ഒരു നിയമ ഭേദഗതി ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, DCC സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, KK മനോജ്, VA ഉലഹന്നാൻ, KB സെൽവം, ജോയി കൊച്ചുകരുട്ട തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. അടിമാലിയിൽ വാഹനാപകടത്തിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകന് പരിക്ക്. അടിമാലി സ്വദേശിയും സുപ്രഭാതം ദിനപത്രത്തിന്റെ ലേഖകനുമായ PH നാസറിനാണ് പരിക്ക് സംഭവിച്ചത്. നാസർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ കാർ ഇടിക്കുകയായിരുന്നു. അടിമാലി അമ്പലപ്പടിക്ക് സമീപം ദേശീയപാതയിൽ വെച്ച് നാസർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിറകിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ നിന്നും നാസർ ദൂരേക്ക് തെറിച്ചു വീണു. വാഹനവും ഏതാനും മീറ്റർ ദൂരത്തേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ നാസറിന്റെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു. അപകടം നടന്നയുടൻ പ്രദേശവാസികൾ നാസറിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അടിമാലി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. മൂന്നാറിൽ വർക്ക്ഷോപ്പ് ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. സെവൻമല എസ്റ്റേറ്റ് ന്യൂ മൂന്നാർ ഡിവിഷൻ S. തങ്കരാജ്, സഹോദരൻ S. സേതുരാജ്, സുഹൃത്ത് V. സോമസുന്ദരം എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രതികൾ KDH ക്ലബിന് സമീപത്തുള്ള രാധാകൃഷ്ണന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാക്കത്തി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. പഴയ മൂന്നാറിൽ ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ് രാധാകൃഷ്ണൻ. ഇയാളുടെ തോളിലാണ് വെട്ടേറ്റത്. നേരത്തെ പഴയ മൂന്നാർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് വിവരം. வீட்டுக்கு வந்து 4 பேர் வந்திருக்காங்க. 3 பேரும் முகம் தெரிஞ்சாலும் ஒரு ஆள் யாருன்னு தெரியல. ஹெல்மெட்லாம் போட்டிருந்ததுனால ஆள் யாருன்னு தெரியல. 4 பேர் இருந்தாங்க. அப்போ அதில் 3 பேரும் ஆள் தெரியும். அப்போ அவங்க என்ன வெளியே இருந்து கெட்ட வார்த்தையில் வந்துட்டு இந்த பிரச்சனையை பற்றி, அன்றைக்கி நடந்த இந்த பிரச்சனையை பற்றி அவங்க சொல்லிக்கிட்டு அடிக்கிறதுக்கு வந்தாங்க. வந்து அடித்தாங்க, கம்பு வச்செல்லாம் அடித்து. பின்ன அதுக்கப்புறம் கிளப்புக்கு கூப்பிட்டு சொல்லி கிளப்பில் இருந்த ஆள் வந்ததுக்கப்புறம் தான் போனாங்க. அவங்க வந்ததுக்கப்புறம் பார்த்தாச்சுன்னா அவங்க கையில் கத்தி வச்சுருந்தாங்க. கத்தி வச்சு ஷோல்டரில் வெட்டி பின்ன ஆஸ்பத்திரி கூப்பிட்டு போயிட்டாங்க.
മൂന്നാർ സർക്കിൾ ഇൻസ്പെക്ടർ രാജൻ കെ രമണയുടെ നിർദ്ദേശപ്രകാരം SI അജേഷ് കെ ജൂണിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവത്തിന് ജനുവരി 15-ന് കൊടിയേറും. ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ തൃക്കൊടിയേറ്റ് കർമ്മം നടത്തും. SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകുമെന്നും ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15 മുതൽ 19 വരെയാണ് ഉത്രം തിരുനാൾ മഹോത്സവം നടക്കുന്നത്. ഉത്രം തിരുനാൾ മഹോത്സവം 2025 ജനുവരി മാസം 15 മുതൽ 19 വരെ വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. കട്ടപ്പനയിലെ പ്രധാന ക്ഷേത്രമായ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം പരിപാടികളുടെ വ്യത്യസ്തത കൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. 15-ാം തീയതി വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം തൃക്കൊടിയേറ്റ് കർമ്മം നടത്തപ്പെടും. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾക്ക് പുറമെ ഗാനമേള, കൈകൊട്ടിക്കളി, നൃത്തസന്ധ്യ, മഹാകലശാഭിഷേകം, താലപ്പൊലി ഘോഷയാത്ര തുടങ്ങിയവയും നടക്കും. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കർമ്മം നിർവഹിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ പിതൃ സമർപ്പണം നടത്തുന്ന ഏക ക്ഷേത്രം, നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ ഏക ക്ഷേത്രം ശ്രീനാരായണ മഹാദേവ ക്ഷേത്രമാണ്. പിതൃക്കൾക്കായുള്ള പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തുന്ന 4-ാം ദിവസം ജനുവരി മാസം 18-ാം തീയതി പിതൃയജ്ഞ ഹോമങ്ങളും മറ്റ് പരിപാടികളും നടത്തപ്പെടുകയും 5-ാം ദിവസമായ സമാപന ദിവസം മഹാഘോഷയാത്രയും അതോടൊപ്പം തന്നെ കലശ അഭിഷേകങ്ങളും നടത്തി. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് കുമാർ പാതിയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, ക്ഷേത്രം തന്ത്രി KS സുരേഷ് ശ്രീധരൻ തന്ത്രികൾ, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, മേൽശാന്തി നിശാന്ത് ശാന്തികൾ, സരീഷ് തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനനിയമ ഭേദഗതിക്കെതിരെ മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ സായാഹ്ന ധർണ നടത്തി. കൂട്ടായ്മ ചെയർമാൻ MB ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. വനനിയമ ഭേദഗതിക്കെതിരെയാണ് രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും മർച്ചന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. സമരം സൂചനാ സമരമാണെന്നും പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന കരിനിയമങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികളും ഈ നിയമത്തെ എതിർത്ത് പ്രസ്താവന ഇറക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. മതസൗഹാർദ്ദ കൂട്ടായ്മ ചെയർമാൻ MB ശ്രീകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. നിയമം നിർമ്മിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മളെ നയിക്കുന്നത്, അത്തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അത്തരത്തിലുള്ള നിയമങ്ങളാണ് ഒരു ജനസംഖ്യയ്ക്ക് നമ്മൾ പ്രതീക്ഷ നൽകുന്നത്. അതാണ് ജനാധിപത്യ പ്രവർത്തനത്തിലെ നിയമനിർമ്മാണത്തിന്റെ പ്രസക്തിയത. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മളെ നയിക്കുമ്പോൾ, നമ്മളെ ഭരിക്കുമ്പോൾ, നമ്മളെ സംരക്ഷിക്കുമ്പോൾ നിയമനിർമ്മാണത്തിന്റെ അകത്തലങ്ങളിൽ നിഗൂഢ അജണ്ടകൾ ചേർത്ത് വെച്ചുകൊണ്ട് നിയമനിർമ്മാണ സംവിധാനത്തെ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ദ്രോഹകരമായ നിയമങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനെ എതിർക്കാതിരിക്കുവാൻ നമുക്ക് കഴിയില്ല. അതിൽ ആ ഗണത്തിൽ ജനങ്ങൾക്ക് ദോഷകരമായ നിയമങ്ങളുടെ ഗണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഈ ഇപ്പോൾ നമ്മൾ സമരമുഖത്ത് നമ്മളെ എത്തിച്ചിരിക്കുന്ന വന നിയമം, വന സംരക്ഷണ നിയമം എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ VS ബിജു, സജി കോട്ടയ്ക്കൽ, KP സജീവ്, സാബു വാവലക്കാട്ട, PB മുരളീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം കട്ടപ്പന ഏരിയ കൺവെൻഷൻ നടന്നു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. ഏരിയ പ്രസിഡന്റ് ജോയി ജോർജ് കുഴുകുത്തിയാനി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VR സജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകൾ കടന്നു വന്ന് ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ കൃഷിക്കാരന്റെ ഭൂമി ഉഴുതുമറിച്ച് അവന്റെ മണ്ണിലേക്ക് പുതിയ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട്
പുത്തൻ ഉൽപ്പന്നങ്ങൾ, ഇന്നത്തെ ലോകത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പുത്തൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് 15 വർഷത്തെ കരാറിന് ശേഷം ആ ഭൂമി നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ ആ ഭൂമിയിൽ ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്ന ഒരു വിളകളും പിന്നീട് കൃഷി ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള പുത്തൻ കാർഷിക ബില്ലാണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാത്യു ജോർജ്, മിനി സുകുമാരൻ, MC ബിജു, ടോമി ജോർജ്, KN വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി ജോയി ജോർജ് കുഴുകുത്തിയാനി, KN വിനീഷ് കുമാർ, മിനി സുകുമാരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്കുള്ള ചുക്ക് കാപ്പിയും ലഘുഭക്ഷണ വിതരണവും കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിലാണ് തൊപ്പിപ്പാള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം ശബരിമല തീർത്ഥാടകർക്ക് ചുക്കുകാപ്പിയും ലഘുഭക്ഷണ വിതരണവും ആരംഭിച്ചത്. 2 ദിവസങ്ങളായി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് നിർവഹിച്ചു. കട്ടപ്പന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇനി ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അവർ ചെയ്യുന്ന നന്മകൾ, ഒരു സമൂഹത്തിൽ ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരു സംഘടനകൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. വൈകിട്ട് 6:30 മുതൽ രാത്രി 12:30 വരെയാണ് ചുക്കുകാപ്പിയും ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, റോയി എവറസ്റ്റ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, ജനറൽ സെക്രട്ടറി S സൂര്യലാൽ, ക്ഷേത്രം സെക്രട്ടറി മനോഹരൻ കോഴിമല, ടോമി ആനിക്കാമുണ്ട, പ്രിൻസ് മറ്റപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അപകടക്കെണിയൊരുക്കി കാഞ്ചാർ സ്വരാജിൽ റോഡ് സൈഡിലെ വലിയ കുഴി. മലയോര ഹൈവേയുടെ നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഴിയടയ്ക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. സ്വരാജ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലാണ് അപകടക്കെണിയൊരുക്കി കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ശബരിമല തീർത്ഥാടകർക്കുൾപ്പെടെ ഇത് ഏറെ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഇവിടുത്തെ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഴി മൂടാനുള്ള നടപടി ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. കാണിക്ക മണ്ഡപത്തോട് ചേർന്നുള്ള ആ കുഴി വളരെയധികം അപകടസ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. അയ്യപ്പ ഭക്തർക്ക് കാണിക്ക വഞ്ചിയോട് സമീപത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോ അവർക്ക് നേരത്തെ സമർപ്പിക്കുന്നതിനോ സാധിക്കാത്ത വളരെയധികം അപകടസ്ഥിതിയിൽ ചെയ്യുന്ന ഈ കുഴി അടിയന്തരമായി നികത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ്. കുഴിയുടെ വശങ്ങളിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇരുമ്പ് കമ്പി കുത്തിവെച്ചിരിക്കുന്നതും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അടിയന്തരമായി കരാറുകാർ കുഴി മൂടുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. കാഞ്ചാറിൽ അപകട വെള്ളിലാങ്കണ്ടം ബൈപ്പാസ് റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. പുത്തൻപുരയ്ക്കൽ പടി ഭാഗത്ത് റോഡ് തകർന്ന് വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുൻപ് തകർന്ന റോഡിൽ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ അധികൃതർ നടത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതോടെ റോഡിന്റെ അവസ്ഥ വീണ്ടും ശോചനീയമായി. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. റോഡ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. റോഡിന്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ പറയാതിരിക്കുകയാണ്. കാരണം വർഷങ്ങളായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു റോഡാണിത്. PWD ഏറ്റെടുത്തു എന്ന് പറയുന്നുവെങ്കിലും ഇതുവരെ കാര്യമായ മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് പലപ്പോഴും അപകടങ്ങൾ, ഈ നല്ലൊരു കയറ്റവും വലിയ ഗട്ടറുകളുമായതിനാൽ ഭാരമുള്ള വാഹനങ്ങൾ കയറി വരുമ്പോൾ കയറ്റം കയറാൻ പറ്റാതെ അപകടങ്ങളുണ്ടായ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, ഗൂഗിൾ മാപ്പിൽ ഈ റോഡാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പന്മാരുടെ വണ്ടിയും മറ്റു പല ഭാരവാഹനങ്ങളും ഇതിലെ കടന്നു വന്നിട്ട് യാത്ര പൂർത്തിയാക്കാൻ സാധിക്കാതെ പലപ്പോഴും ഈ ഭാഗത്ത് വന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ശോചനീയമായ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്കൂൾ ബസ്സുകളടക്കം സർവീസ് നടത്തുന്ന റോഡ് കൂടിയാണിത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരും ഇതുവഴി സഞ്ചരിക്കാറുണ്ട്. റോഡിന്റെ ദുരവസ്ഥ മൂലം പലരും പാതി വഴിയിൽ നിന്നും തിരിച്ചു പോകുന്ന അവസ്ഥയുമുണ്ട്. അടിയന്തരമായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. രാജകുമാരി കുരുവിള സിറ്റി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 12ാമത് വാർഷികാഘോഷവും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. നിംബസ് എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു.
എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും കർഷകരുടെയും മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുരുവിള സിറ്റി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ 12ാമത് വാർഷികാഘോഷവും അവാർഡ് വിതരണവുമാണ് നടന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു. ഒരു വാർഷികം എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നുപോയ ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു അധ്യയന വർഷത്തിന്റെ നേട്ടകോട്ടങ്ങളെ വിലയിരുത്തുക, അതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുക, ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർഗവാസനകളെ നമുക്കൊന്ന് നേരിട്ട് കാണുവാനൊക്കെയുള്ള ഒരു അവസരമാണ്. ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ വിശിഷ്ട അതിഥിയായി. സ്കൂൾ മാനേജർ അബി കൂരാപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ പ്രിൻസിപ്പൽ ഫാദർ ബാബു ചാത്തനാട്ട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സോളി സിബി, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പുത്തേത്ത, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ കെ.സി. ജോർജ്, ജോസ് തേലക്കാട്ട, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുരുവിള സിറ്റി യൂണിറ്റ് പ്രസിഡന്റ് സി മാത്യു, PTA ഭാരവാഹികൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. JCI തേക്കടി സഹ്യാദ്രി അണക്കരയുടെ 7ാമത് സ്ഥാനാരോഹണ ചടങ്ങ് ചേറ്റുകുഴി വൈറ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയിൽ കട്ടപ്പന ASP രാജേഷ് കുമാർ IPS വിശിഷ്ട അതിഥിയും സിനിമാ താരം സലിംകുമാർ മുഖ്യ അതിഥിയായും പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ യൂണിറ്റായി 7 വർഷം മുമ്പ് അണക്കര കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച JCI തേക്കടി സഹ്യാദ്രിയുടെ 2025 പ്രവർത്തന വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ചേറ്റുകുഴിയിൽ നടന്നത്. സഹ്യാദ്രി നൈറ്റ് എന്ന പേരിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ജോൺ KJ അധ്യക്ഷനായിരുന്നു. പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റിൽ നിന്നും ചുമതലയും അധികാര ചിഹ്നങ്ങളും ഏറ്റുവാങ്ങി. തുടർന്ന് അദ്ദേഹം മറുപടി പ്രസംഗം നടത്തി. I will faithfully execute the office of President of JCI Thekadi Sahyadri and will to the best of my ability serve as a living example of these organizations. തുടർന്ന് പുതിയ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു. പുതുതായി എത്തിയ JCI അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. മുഖ്യ അതിഥിയായ സിനിമാ താരം സലിംകുമാർ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു. ഋതിക് റോഷൻ എന്ന പടത്തിൽ അഭിനയിച്ചു എന്നല്ലാതെ കട്ടപ്പന എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും ദൂരം വരും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. രാവിലെ ഒരു 9:30 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ എത്തിയപ്പോഴൊരു 5 മണിയായി. എന്നാലും ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു പ്രസിഡന്റിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ജോണിൽ നിന്നും പ്രിൻസ് ഫ്രാങ്കോയിലേക്കുള്ള ആ കൈമാറ്റം, മറ്റൊരു പ്രസിഡന്റിൻ്റെ കൈമാറ്റം നടന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നെ വിളിച്ചതായിരുന്നു. അമേരിക്കയിലെ ബൈഡനും നമ്മുടെ ബുഷുമായിട്ടുള്ളത് എനിക്ക് ബസ് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൽ ഞാൻ തൃപ്തനായി. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് തേക്കടി സഖ്യാദ്രി, JCI തേക്കടി സഖ്യാദ്രി എന്നറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കട്ടപ്പന ASP രാജേഷ് കുമാർ IPS, സോൺ വൈസ് പ്രസിഡന്റ് എയ്സ്വിൻ അഗസ്റ്റിൻ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. So thank you once again. So I will keep coming to this gatherings and all. And I like going out, meeting with the new people also. Sometimes what happens in policing, sometimes you don't need to use the lathi and all the force. Sometimes some matters can be settled with just face-to-face talking and discussing with each other. So that's why also I prefer to go out, meeting the new people, showing my face also. So thank you.
നാഷണൽ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് സഹ്യാദ്രി എക്സലൻസ് അവാർഡ് വിതരണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും കലണ്ടർ പ്രകാശനവും സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. സോൺ വൈസ് പ്രസിഡന്റ് സോവിൻ ആക്കിലേറ്റ്, പ്രോഗ്രാം ഡയറക്ടർ ബിജോ ചാണ്ടി, ജിനു അരീക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നവജ്യോതി കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് സിനിമോൾ ബിനോയി അധ്യക്ഷത വഹിച്ച യോഗം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. എന്ത് കാര്യം പറഞ്ഞാലും ആ നിമിഷം തന്നെ നിങ്ങൾ എല്ലാവരും വരികയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായിട്ട് ഈ സംഘം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി മുഖ്യപ്രഭാഷണം നടത്തി. രജത ജൂബിലിയോടനുബന്ധിച്ച് സംഘത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ആശ മഹേഷ്, തങ്കമ്മ പി കെ, പ്രസിദ്ധ ബി, ലുദിയ തോമസ്, മേരിക്കുട്ടി തോമസ്, ബിൻസി രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വിളവെടുപ്പ് പൂർത്തിയായ കുഞ്ചിപ്പെട്ടി കട്ടമുടിക്കുടി പാടശേഖരത്തിൽ വിപുലമായ വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. നെൽപ്പാടങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് പദ്ധതി. വിഷുവിപണി മുന്നിൽ കണ്ടുകൊണ്ട് കട്ടമുടിക്കുടി പാടശേഖര സമിതിയും പൊൻകതിർ കൃഷിക്കൂട്ടവും സംയുക്തമായാണ് കൃഷി ഇറക്കുന്നത്. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ അടിമാലി കൃഷിഭവന്റെയും ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെയും സഹകരണത്തോടെ പച്ചക്കറി വിത്തുകളും തൈകളും വിതരണം ചെയ്തു. കൃഷിഭവന്റെ കാർഷിക കർമ്മസേനയുടെ ചെറുകിട യന്ത്രങ്ങളും പാടശേഖരത്തിലെത്തിച്ച് പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. പാടശേഖരം ചെറുകിട യന്ത്രവൽകൃതമാക്കുന്നതിന്റെ ഭാഗമായി പവർ ഡില്ലർ, പവർ സ്പെയറുകൾ, ജലസേചന പമ്പുകൾ, നെല്ല് മെതിയന്ത്രം, കാടുവെട്ടി യന്ത്രങ്ങളടക്കം 8 ലക്ഷം രൂപയുടെ സമഗ്ര പദ്ധതി പട്ടികവർഗ വികസന വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ബയോ ബിന്നുകൾ വിതരണം ചെയ്തു. കട്ടമ്പടി പ്രദേശം ഹരിത നഗറാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പദ്ധതി. പരിപാടിയിൽ കേരള സംസ്ഥാന ഈറ്റ, കാട്ടുവള്ളി, തഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം സി രാജേന്ദ്രൻ, കട്ടമ്പടിക്കുടി വാർഡംഗം ഷിജി ഷിബു, മുതുവാൻ സമുദായ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് പാൽരാജ്, മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് അനൂപ് ആർ, ഹരിത കേരള മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അജയ് പി കൃഷ്ണ, അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ KG ജോളിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 78, വിൽപ്പനയ്ക്ക് വന്നത് 15,286, വിൽപ്പന നടന്നത് 15,014, കൂടിയ വില 3,535, ശരാശരി വില 3,172. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 3000, ഏലം ശരാശരി വില 2,800. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 925, കൊക്കോ 170, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,300 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ ടൗണിൽ വൻ തീപിടുത്തം. പുലർച്ചെ 2 മണിയോടെയുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായത് രാവിലെ 6 മണിയോടെ. 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായതിലൂടെ കോടികളുടെ നഷ്ടം സംഭവിച്ചതായി കണക്കുകൾ. ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി. ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിൽ. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നുവെന്നും കുറ്റമറ്റ സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുള്ളതായും ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി.
വിളവെടുപ്പ് പൂർത്തിയായ കുഞ്ചിപ്പെട്ടി കട്ടമുടിക്കുടി പാടശേഖരത്തിൽ വിപുലമായ വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കം. പദ്ധതി നെൽപ്പാടങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട്. വിഷുവിപണി മുന്നിൽ കണ്ടുകൊണ്ട് കൃഷിയിറക്കുന്നത് കട്ടമുടിക്കുടി പാടശേഖര സമിതിയും പൊൻകതിർ കൃഷിക്കൂട്ടവും സംയുക്തമായി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.